നമ്മുടെ ശരീരത്തിലുള്ള ഏതു മാരക രോഗങ്ങളും വളരെ പെട്ടെന്ന് ഷിഫയാക്കാൻ കാരണമാകുന്ന അത്ഭുതകരമായ ഷിഫാഇൻ്റെ ആയത്തുകൾ. നമ്മൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ഷിഫാഇൻ്റെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ മഹത്തുക്കളൊക്കെ വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ തിരഞ്ഞെടുത്ത് ഇത് ഷിഫാഇന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഷിഫയാകും എന്ന അനുഭവം പറഞ്ഞ വളരെ സവിശേഷമേറിയ ആയത്തുകളാണ്. ഇതുമായി ബന്ധപ്പെട്ട എത്രയോ ആളുകൾക്ക് അനുഭവങ്ങളുണ്ട്. പൂർവ്വസൂരികളിൽ നമുക്ക് മുമ്പേ കടന്നുപോയ മഹത്തുക്കളിലൊക്കെ രോഗങ്ങൾ ഉണ്ടായപ്പോൾ, അവരുടെ മക്കൾക്ക് രോഗങ്ങൾ ഉണ്ടായപ്പോൾ ഈ ഒരു ആയത്ത് ഓതിയിട്ട് പ്രത്യേകമായിട്ട് ഷിഫയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് ഷിഫ ലഭിക്കാൻ അത് കാരണമായി എന്നൊക്കെ സ്വാലിഹീങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് ഷിഫ ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമായ ഷിഫാഇൻ്റെ ആയത്തുകളാണ് നമ്മൾ പറയുന്നത്. ഇത് ഒരു വലിയ മഹാന് അവരുടെ പ്രിയപ്പെട്ട മകന് ശക്തമായ രോഗം വന്നു. മരീള മറലൻ ഷദീദൻ, ശക്തമായ രോഗം വന്നു. അങ്ങനെ ഉറക്കത്തിൽ ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മനാമി ഫശകൗതു ലഹു മാ ബി വലദി മോൻക്കുണ്ടായ മകനുണ്ടായ അനുഭവം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചു കൊടുക്കുകയും ഈ ആയത്ത് പ്രത്യേകമായിട്ട് എഴുതിയിട്ട് മായ്ച്ച വെള്ളം കുടിക്കാൻ കൊടുക്കുകയും ആ വെള്ളം ഊതിയ വെള്ളം കുടിക്കാൻ കൊടുക്കുകയും ചെയ്തപ്പോൾ ആ രോഗം ഷിഫയായി എന്ന് ഒരു വലിയ മഹാൻ പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ ഷിഫയാകാനും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം എത്ര വലിയ മാരകമായ രോഗങ്ങളാണെങ്കിലും അതൊക്കെ വളരെ പെട്ടെന്ന് ഷിഫയാക്കാൻ കാരണമാകുന്ന അത്ഭുതകരമായ ആ ഷിഫാഇൻ്റെ ആയത്തുകളെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. ഇത് നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്താൽ തീർച്ചയായും വിശുദ്ധ ഖുർആനാണ് ഫലം ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാട്സപ്പിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. അപ്പോൾ എത്ര വലിയ രോഗങ്ങളാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് രോഗത്തിനും ഷിഫയുണ്ട്. അത് സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ഷിഫാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് ഒരു രോഗവും ഇറക്കിയിട്ടില്ല. മാ അൻസലല്ലാഹു ദാഅൻ, അല്ലാഹു ഒരു രോഗവും ഇറക്കിയിട്ടില്ല. ഇല്ലാ അൻസല ലഹു ഷിഫാ, അള്ളാഹു അതിന് ഷിഫ, രോഗശമനം ഇറക്കിയിട്ടില്ലാതെ, അള്ളാഹു ചികിത്സയില്ലാതെ ഒരു രോഗവും അള്ളാഹു ഇറക്കിയിട്ടില്ല. അപ്പോൾ റബ്ബ് തീരുമാനിച്ചാൽ അതൊക്കെ ഷിഫ ലഭിക്കാൻ കാരണമാകുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എത്ര വലിയ രോഗങ്ങളുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിഫ കൽപ്പിച്ചാലേ അതിന് ഷിഫ ലഭിക്കുള്ളൂ. അതിൻ്റെ എത്രയോ അനുഭവങ്ങളുണ്ട്. നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു, ഡോക്ടർ മെഡിസിൻ തരുന്നു. എന്നാൽ ചിലപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ആ ഡോക്ടർ തന്ന മെഡിസിൻ കൊണ്ട് മാറിയിട്ടുണ്ടാവില്ല. വേറൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ തന്ന മെഡിസിൻ, ആദ്യം തന്ന ഡോക്ടറെ മെഡിസിൻ തന്നെയാണ് മരുന്ന്. പക്ഷേ നമുക്ക് രണ്ടാമത് കാണിച്ചതിലാണ് ഷിഫ കിട്ടിയത്. അതെന്താ? അത് അള്ളാഹു കണക്കാക്കിയത് അവിടെ ഷിഫ ലഭിക്കാനാണ്. അങ്ങനെയാണ് എത്രയോ അത്ഭുതങ്ങൾ. എൻ്റെയൊക്കെ അനുഭവത്തിൽ തന്നെ ചില ആളുകളൊക്കെ നമ്മോട് നേരിട്ട് വരുമ്പോഴും മറ്റൊക്കെ പറഞ്ഞത് വളരെ വലിയ വലിയ വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അത്ഭുതങ്ങൾ ഇത്തരം ആത്മീയമായ വഴികൾ ചെയ്തപ്പോൾ മാറിയ, രോഗം മാറിയ, ഷിഫ ലഭിച്ച, വലിയ മാറ്റങ്ങളുണ്ടായ എത്രയോ അത്ഭുതകരമായ ആത്മീയമായ വഴികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ ഈ പറഞ്ഞ 6 ഷിഫാഇൻ്റെ ആയത്തുകൾ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയത്തുകൾ നമ്മൾ കാണാതെ പഠിച്ചൊക്കെ വളരെ ചെറിയ ആയത്തുകൾ. ഈ ആയത്തിനെ കുറിച്ചാണ് നുഖില അനി ഷെയ്ഖിൽ ഇമാം അബുൽ ഖാസിമിൽ ഖുശൈരി റഹിമഹുല്ല, മഹാനവറുകൾ അബുൽ ഖാസിം ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകൾ അന്ന വലദഹു മരിള മറളൻ ഷദീദൻ, ശക്തമായ രോഗം ബാധിച്ചു. അങ്ങനെ രോഗം ബാധിച്ചു, കാര്യം വളരെയധികം ബുദ്ധിമുട്ടിലും പ്രയാസത്തിലൊക്കെ ആയി.
അങ്ങേറ്റത്തെ രോഗത്തിലേക്ക് എത്തി. ഫറായിത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി മനാമി, അങ്ങനെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. ഫശകൗതു ലഹു മാ ബി വലദി, എൻ്റെ മോൻക്ക് സംഭവിച്ച വിഷയങ്ങളൊക്കെ ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവലാതി ബോധിപ്പിച്ചു. അപ്പോഴാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. ആ ഷിഫായിൻ്റെ ആയത്തുകൾ പറഞ്ഞു കൊടുക്കുകയും ആ ഷിഫായിൻ്റെ ആയത്തുകൾ ഫകതബതുഹ, ഞാനതിനെ എഴുതിയിട്ട് വെള്ളം കൊണ്ട് മായ്ച്ച് കുടിച്ചു. ഇനിയിപ്പോൾ അങ്ങനെ എഴുതാൻ കഴിയാത്തവർക്ക് അത് ജസ്റ്റ് ഒന്ന് മായ്ച്ച് കുടിക്കുകയൊക്കെ ചെയ്താൽ മതി. എഴുതി മായ്ച്ച് കുടിക്കാൻ കഴിയാത്തവർ വെള്ളത്തിൽ ഊതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് കുടിച്ചാലും മതി. ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് ഇത് എല്ലാ ദിവസവും ഊതുക. സുബഹിക്ക് ശേഷം മഗ്രിബിന് ശേഷമൊക്കെ ഓതുക. വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമായ ആയത്തുകളാണ്. ആ ആയത്തുകൾ ഞാനിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഉള്ള ക്ലിയർ ഉള്ള ഇമേജ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെച്ചാൽ ഇത് ഏതുപോലെയാണോ എൻ്റെ അടുത്ത് എത്ര ക്ലിയറിലും ക്ലാരിറ്റിയിലും ഉണ്ടോ അത്ര ക്ലിയറിൽ നിങ്ങൾക്കും അതവിടെ ലഭിക്കും. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ ചിലപ്പോൾ ക്ലിയർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവിടെ നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടുന്നുള്ളത് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ രോഗങ്ങൾക്ക് ആജിലായ കാമിലായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ് ആ ആയത്തുകൾ? ഷിഫായിൻ്റെ ആയത്തുകൾ, ആയാത്തു ഷിഫ. അതേതാണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഏതാണ് ആയത്തുകൾ? ഏതാണെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. സൂറത്തുൽ ഇസ്രായിലെ 82-ാമത്തെ ആയത്ത്. ഒന്നാമത്തെ അതാണ്, എളുപ്പമല്ലത്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വളരെ എളുപ്പമാണ്. രണ്ടാമത്തെ സൂറത്തു തൗബയിലേതാണ്, വയശ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ. സൂറത്തു തൗബയിലെ 14-ാമത്തെ ആയത്ത്. മൂന്നാമത്തേത് ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദൻ വശിഫാ, വളരെ സവിശേഷമേറിയ ആയത്ത്. മറ്റൊന്ന് യഖ്റുജു മിൻ ബുത്തൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനു ഫീഹി ശിഫാഉൻ ലിന്നാസ്. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് തേനുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ. അത് സൂറത്തുൻ നഹലിലെ 69-ാമത്തെ ആയത്ത്. അടുത്തത് ഫൈദാ മരിൽതു ഫഹുവ വ ഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. അടുത്തത് വശിഫാഉൻ ലിമാ ഫി സുദൂർ. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ 6 ആയത്തുകൾ അത് ഷിഫായിൻ്റെ ആയത്തുകളാണ്. ഈ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, രോഗഷിഫായിന് അത് കാരണമാകുന്നുള്ളതാണ്. അപ്പോൾ മരുന്നില്ലാത്ത രോഗങ്ങളില്ല. ഒരു ഹദീസിൽ കാണാം, ഇമാം അഹമ്മദ്, തുർമുദി, അബൂദാവൂദ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് റളിയല്ലാഹു അൻഹും. എന്താണ് ഹദീസ്? അൻ ഉസാമത്ത് ബിൻ ശരീക്കിൻ റളിയല്ലാഹു അൻഹു എന്ന്, യാ റസൂലല്ലാഹ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? യാ റസൂലല്ലാഹ്, ഞങ്ങൾ ചികിത്സിക്കണോ എന്നുള്ളത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നഅം യാ ഇബാദല്ലാഹി തദാവൗ ഫഇന്നല്ലാഹ ലം യളഅ ദാഅൻ ഇല്ലാ വളഅ ലഹു ശിഫാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗവും വെച്ചിട്ടില്ല, ഇല്ലാ വളഅ ലഹു ശിഫ, അതിന് ഷിഫ ലഭിച്ച് ഷിഫ വെച്ചിട്ടല്ലാതെ അള്ളാഹു ഒരു രോഗവും വെച്ചിട്ടില്ല. ഗൈറ ദാഇൻ വാഹിദിൻ, ഒരൊറ്റ രോഗം ഒഴികെയെന്ന് പറയുന്നുണ്ട്. ഏതാണ് ആ ഒരൊറ്റ രോഗം? അൽ ഹറം. അത് ഹറമാണ്. ഹറം മറ്റേ ഹറമല്ല കേട്ടോ. ഹറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാർദ്ധക്യ സഹജമുണ്ടാകുന്ന സമയത്ത് ഈ വാർദ്ധക്യം എന്നുള്ള വിഷയം, ഒരാൾ പ്രായാധിക്യത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രയാസം ഉണ്ടല്ലോ, അതൊഴികെ. അപ്പോൾ അങ്ങനെ രോഗത്തിന് നമ്മൾ ഷിഫ എവിടെയാണുള്ളത് അതിങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം, ആത്മീയമായ വഴികൾ ചെയ്തുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് നിസാരമാക്കി കരുതരുത്. വളരെ പവിത്രതയുള്ള സൂറത്തുകളാണ്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഊതുക, നെഞ്ചത്ത് ഊതുക, ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതുക. അതൊക്കെ വലിയ ഫലം ലഭിക്കാൻ കാരണം. ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രോഗിയെ സന്ദർശിച്ചു എന്നാണ്. രോഗിയെ ഡോക്ടറെ കാണിക്കാനുള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം കേട്ട് അത്ഭുതപ്പെട്ട ഒരാൾ ചോദിച്ചു, നബിയെ അങ്ങും അങ്ങനെ പറയുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, അങ്ങനെ തന്നെ പറയാണ്. കാരണം ഒരു രോഗവും അള്ളാഹു ഇറക്കിയിട്ടില്ല മരുന്നില്ലാതെ. അപ്പോൾ മരുന്ന് അള്ളാഹു വെച്ചത് ഡോക്ടറിലൂടെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കണം. നമ്മളീ പറഞ്ഞതിൻ്റെ ഒക്കെ ആശയം ഇതും ചൊല്ലിയിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നല്ല. നമ്മൾ ഡോക്ടറെ കാണിച്ചാലും കാണിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ആയത്തുകൾ ഇങ്ങനെ ഓതുക.
അള്ളയാണല്ലോ ഷിഫ നൽകേണ്ടത്. നമ്മൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ ആ മെഡിസിനിൽ ഷിഫ ലഭിക്കണം, അത് അള്ളയാണ് നൽകേണ്ടത് എന്ന ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഈ ആയത്തുകൾ ജീവിതത്തിലേക്ക് പകർത്തുക. നമ്മുടെ ജീവിതത്തിൽ വലിയ എഫക്റ്റ് ഉണ്ടാക്കാൻ കാരണമാക്കുന്ന, വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കാരണമാക്കുന്ന, ഏത് രോഗങ്ങൾക്കും ഷിഫ ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമായ ആയത്തുകളാണ്. അതോടൊപ്പം തന്നെ 5 വഖ്ത് ഫർദ് നിസ്കാരം ഖളാ ആക്കരുത്, ജീവിതത്തിൽ ഒരാളുടെയും കുറ്റം പറയരുത്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്. നമ്മുടെ മക്കളും നമ്മോട് ബന്ധപ്പെട്ടവരും നമ്മുടെ ഇണകളൊക്കെ നിസ്കാരം നിലനിർത്തുന്നവരാകണം, ഹറാമിൽ നിന്ന് അകന്നു നിന്ന് ജീവിക്കുന്നവരാകണം. ഏതു നിമിഷവും ഈ ലോകത്ത് നിന്ന് വിട പറയാം എന്ന ചിന്ത മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിലും അടുത്ത നിമിഷം നമുക്ക് ആയുസ്സുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വളരെ തഖ്വയോടുകൂടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തി നല്ല രൂപത്തിൽ ഞാനും നിങ്ങളൊക്കെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.